ആഴ്ചകൾ നീണ്ട വെടിനിർത്തൽ ഇപ്പോഴും തുടരുമ്പോഴും ഏത് നിമിഷവും ഈ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇറാനും ഇസ്രായേലുമെല്ലാം കടക്കും എന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇറാൻ ഭരണകൂടത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബ്രിട്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള സുപ്രധാനമായ ഒരു വാർത്ത ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അത് മറ്റൊന്നുമല്ല, ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചു എന്ന വാർത്തയാണത്. ഇറാൻ ഭരണകൂടം അത് നിഷേധിച്ചിട്ടുണ്ട്, പെസഷ്കിയാൻ്റെ ഓഫീസ് അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ മാധ്യമം അത് വളരെ കൃത്യമായി തന്നെ അവരുടെ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതായത് വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ തീരുമാനം അത് ഇറാനിൽ ഉണ്ടായിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ രാജിയാണ്. മസൂദ് പെസഷ്കിയാൻ പ്രതിഷേധ സൂചകമായിട്ടാണ് രാജിവെച്ചിട്ടുള്ളത്. ഇറാനിയൻ പ്രസിഡന്റിൻ്റെ രാജിക്ക് കാരണം IRGC ആണ്. IRGC ഇറാന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. IRGCയിലെ ഒരു തീവ്രവാദി വിഭാഗം ഇപ്പോൾ നിലവിലുണ്ട്. അവർ ഇറാന്റെ ഭരണം മുഴുവൻ കൈയടക്കാൻ അല്ലെങ്കിൽ ഇറാന്റെ ഭരണത്തിൽ മുഴുവൻ കൈകടത്തുകയാണ്. അതായത് ഇറാൻ ഒരു കാരണവശാലും അമേരിക്കയുമായി സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണവർ. ആണവായുധ നിർമ്മാണം ഒരു കാരണവശാലും നിർത്താൻ കഴിയില്ല എന്ന ഒരു അഭിപ്രായമാണ് ഈ വിഭാഗത്തിനുള്ളത്. മാത്രമല്ല, ഹോർമോസ് കടലിടുക്ക് അങ്ങനെ സ്വതന്ത്രമായി എല്ലാ രാജ്യങ്ങൾക്കുമായും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുമാണ് അവരുടെ നിലപാട്. എന്നാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ അത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തകർച്ചയ്ക്ക് കാരണം അമേരിക്കൻ ഉപരോധങ്ങളാണ്. ഇറാന്റെ തുറമുഖങ്ങൾ അമേരിക്ക ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നു. കപ്പലുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയുന്നില്ല. ഇറാന്റെ എണ്ണ വ്യാപാരം നിലച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധാന ഉടമ്പടി, ആണവായുധമല്ല ഇപ്പോൾ വേണ്ടത്, രാജ്യത്തിന് സമ്പത്തും ഭക്ഷണവുമാണ് എന്ന ഒരു നിലപാടാണ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള സിവിൽ ഭരണകൂടം എടുത്തിരിക്കുന്നത്. ആണവായുധ നിർമ്മാണം തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെച്ചിട്ടാണെങ്കിലും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തിട്ടാണെങ്കിലും ഏത് വിധേനയും അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കാൻ കഴിഞ്ഞാൽ അത് രാജ്യത്തിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊരു അഭിപ്രായമാണ് ഭരണകൂടത്തിനുള്ളത്, സിവിലിയൻ ഭരണകൂടത്തിലെ ഒരു വിഭാഗത്തിനുള്ളത്. എന്നാൽ ഇതിന് IRGC അനുവദിക്കുന്നില്ല. സമാധാനത്തിലേക്ക് കടക്കാൻ, സമാധാന ഉടമ്പടിയിലേക്ക് കടക്കാൻ അനുവദിക്കാത്തത് IRGC ആണ്. മുജ്തബ ഖമൈനിയുടെ ഓഫീസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മുഴുവൻ IRGC ആണ്. മുജ്തബ ഖമൈനി, അതായത് അയത്തുള്ള ഖമൈനിയുടെ പിൻഗാമിയായി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള മുജ്തബ ഖമൈനി ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലാണ്. ആർക്കും അറിയില്ല ഖമൈനി എവിടെയാണുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഖമൈനിയുമായിട്ടുള്ള ആശയവിനിമയം ഇറാനിയൻ ഭരണകൂടത്തിന് ഒട്ടും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ സമാധാന ഉടമ്പടി അടക്കം ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ എഴുതിയുണ്ടാക്കുകയും അത് ഇറാന്റെ പരമോന്നത നേതാവിനെ ഓഫീസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഖമൈനിയുടെ കയ്യിൽ എത്താൻ തന്നെ ദിവസങ്ങളെടുത്തു. അവിടെ നിന്നും മറുപടി വരാൻ വീണ്ടും ദിവസങ്ങളെടുത്തു. മാത്രമല്ല, IRGC ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് കൈയടക്കി വച്ചിരിക്കുന്നു. സിവിലിയൻ ഭരണകൂടം പറയുന്നതൊന്നും IRGC കേൾക്കുന്നില്ല. സിവിലിയൻ ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടി ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ പോലും IRGC വെടിവെക്കുന്നു എന്ന് പറഞ്ഞാൽ തങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, തങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ രാജിക്കത്തിൽ എഴുതിയിട്ടുള്ളത്. ഒരു കാരണവശാലും IRGCയുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല. IRGCയിലെ ഒരു വിഭാഗം ഭരണകാര്യങ്ങളിൽ അനധികൃതമായി ഇടപെടുന്നുണ്ട്. ഞങ്ങൾ അരികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ ആവശ്യം ഇനിയിപ്പോൾ ഇവിടെയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് മുജ്തബ ഖമൈനിയുടെ ഓഫീസിലേക്ക് മസൂദ് പെസഷ്കിയാൻ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച രാവിലെയാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചത്. പക്ഷേ രാജി ഇതുവരെ ഇറാൻ ഭരണകൂടം അല്ലെങ്കിൽ ഇറാൻ്റെ ഈ അയത്തുള്ള ഖമൈനിയുടെ ഓഫീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജിക്കാര്യം ഇപ്പോൾ തള്ളുകയാണ് ഇറാൻ ഭരണകൂടം. മുജ്തബ ഖമൈനിയുടെ ഓഫീസ് മാത്രമല്ല, മസൂദ് പെസഷ്കിയാൻ്റെ ഓഫീസ് പോലും ഈ വാർത്തകളെ തള്ളുന്നുണ്ട്. പക്ഷേ ഈ വാർത്തകൾ യാഥാർത്ഥ്യമാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധരംഗത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, ഭരണാധികാരി സൈന്യവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ രാജിവെച്ചാൽ തീർച്ചയായും ഇറാൻ രണ്ട് തട്ടിലാണ് എന്ന കാര്യം ലോകമറിയും. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമാകും. നമ്മുടെ ദുർബലത അത് ശത്രു മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ആക്രമണം കടുപ്പിക്കും. അമേരിക്കയോട് വിലപേശി തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കാമെങ്കിലും സ്ഥിരമായി അതിന് കഴിയില്ല എന്നാണ് അവർ അമേരിക്കയോട്
വാദിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അമേരിക്ക പറയുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഇറാന് ആണവായുധം കൈവശം വയ്ക്കാനുള്ള ഒരധികാരവും ഇല്ല, അത് നൽകാൻ കഴിയില്ല. മാത്രമല്ല ഇതുവരെ സമ്പുഷ്ടീകരിക്കപ്പെട്ടിട്ടുള്ള യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം എന്നും അമേരിക്ക പറയുന്നു. ഇത് IRGC അല്ലെങ്കിൽ ഇറാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധങ്ങൾ നീക്കുകയും യുദ്ധത്തിന് നഷ്ടപരിഹാരം നൽകുകയും വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഉപരോധങ്ങൾ നീക്കാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവിടെയാണ് സമാധാന ഉടമ്പടിക്ക് വലിയ തടസ്സം നേരിടുന്നത്. ഭരണകൂടം രണ്ട് തട്ടായി നിന്നുകൊണ്ട് ഈ സമാധാന ഉടമ്പടിയെ ഒരു വിഭാഗം തുരങ്കം വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇറാൻ ഭരണകൂടത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നുവെന്ന വാർത്ത അമേരിക്ക സ്ഥിരീകരിച്ചാൽ ആ നിമിഷം ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത് തുടരും. ഇസ്രായേലും തക്കം പാർത്തിരിക്കുകയാണ്. സമാധാന ഉടമ്പടിയിലേക്ക് പോകാതെ ഇറാനെ ആക്രമിച്ച് ഇറാന്റെ സൈനിക ശേഷി വീണ്ടും കുറയ്ക്കണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ അമേരിക്കൻ ജനതയുടെ പിന്തുണ പോലും കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപ് യുദ്ധം എങ്ങനെയും അവസാനിപ്പിച്ച് മടങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സമാധാന ഉടമ്പടി നടപ്പിലാകുമോ എന്ന കാര്യം അന്വേഷിക്കുന്നത്. അതിന് നടപ്പിലാകുന്നില്ല എങ്കിൽ തീർച്ചയായും ഒന്നോ രണ്ടോ ദിവസത്തെ ആക്രമണം കൊണ്ട് ആക്രമണം കൊണ്ട് ഇറാനെ നശിപ്പിച്ച ശേഷം അവിടെ നിന്ന് മടങ്ങാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇറാൻ ഭരണകൂടത്തിലുണ്ടായിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ അമേരിക്കയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു.